തമിഴ്നാട്ടിലെ ഏറ്റവും വിശേഷമായൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. മകരപ്പൊങ്കൽ. സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായൊരു ദിവസമാണ്. ഞാൻ ആക്ച്വലി ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം കേരളത്തിൻ്റെ കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ്. കല്യാണത്തിന് ശേഷമാണ് എന്നെ ഇങ്ങോട്ട് പറിച്ചു നട്ടത്. ഒരു പക്കാ മലയാളിയായിരുന്ന എൻ്റെ ഈ വർഷത്തെ മകരപ്പൊങ്കൽ എങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തലേദിവസം രാത്രി തന്നെ മുറ്റമൊക്കെ അടിച്ച് തളിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിടും, കളർ കോലമൊക്കെ ഇടാനായിട്ട്. പിന്നെ നമ്മൾ പൊങ്കാല ഇടാനായിട്ട് ഒരടുപ്പ് പുറത്തുനിന്ന് വാങ്ങിക്കും. പഴയ കാലങ്ങളിലൊക്കെ ചുടുകട്ട ഉള്ളത് എടുത്തു വെച്ചായിരുന്നു പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് വാങ്ങിച്ച് അതിൽ വെള്ളയടിച്ച് കാവിയൊക്കെ അടിച്ച് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കും. ഇനിയാണ് നമ്മുടെ കോലം ഇടാൻ തുടങ്ങുന്നത്. ആ തെരുവ് വീഥികളിലുള്ള എല്ലാ വീട്ടുവാതിലുകളിലും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കളർ പൊടികളും കോലപ്പൊടികളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. എല്ലാ മുറ്റങ്ങളിലും കോലങ്ങളുടെ ബഹളം തന്നെയായിരിക്കും. ഞാനും എൻ്റെ കോലമൊക്കെ ഇടാനായിട്ട് തുടങ്ങി. ഒരു 8 മണിയായപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ. എല്ലാം വരച്ച് കളർ പൊടികളൊക്കെ എല്ലാ പൊടികളും ഉണ്ടായിരുന്നു. അത് കുത്തിയിരുന്ന് സൂക്ഷിച്ചിടണ്ടേ. അങ്ങനെ ഇട്ടിട്ട് എല്ലാം തീർത്തപ്പോഴത്തേക്ക് രാത്രി 10 മണിക്കാണ് ഞാൻ ഈ കോലമൊക്കെ ഇട്ട് തീർന്നത്. എന്നിട്ട് നോക്കിയപ്പം അടുത്ത വീടുകളിലെല്ലാം ചേച്ചിമാരെല്ലാവരും ഇട്ടുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. അവരൊക്കെ രാത്രി 11-12 മണി വരെ മുറ്റങ്ങളിൽ കോലം ഇടുന്നതിൻ്റെ തിരക്കുകൾ തന്നെയായിരുന്നു. അതിനുശേഷം വീട്ടിൽ കയറി എല്ലാവർക്കും ഡിന്നറൊക്കെ കൊടുത്തതിന് ശേഷം എനിക്ക് വേറൊരു വലിയ ജോലി ബാക്കിയുണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം രാവിലെ പൊങ്കാല ഇടാനുള്ള ബ്ലൗസേ ഞാൻ പകുതിയെ തീർത്തിട്ടുള്ളായിരുന്നു. ഞാൻ തന്നെയാണ് എൻ്റെ സാരിയുടെ ബ്ലൗസും ചുരിദാറുകളും ഒക്കെ തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി തയ്ക്കണമായിരുന്നു. എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തിരക്കുകളും പിന്നെ മകരപ്പൊങ്കലാകുമ്പോൾ വീട് വൃത്തിയാക്കലും വിളക്ക് തേക്കുക അങ്ങനെ കുറേ പണികൾ വീട്ടിലുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ബ്ലൗസ് തീർക്കാൻ പറ്റിയില്ല. അവസാന നിമിഷമാണ് രാത്രി 12:30 മണിയോടുകൂടിയാണ് ഞാൻ എൻ്റെ ബ്ലൗസ് ഹൂക്കൊക്കെ വെച്ച് അവസാന മിനുക്ക് പണികൾ തീർത്ത് മടക്കി വെച്ചത്. അതിനുശേഷം ഉറങ്ങാൻ കിടക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ 5 മണിക്ക് തന്നെ അലാറം വെച്ച് എണീച്ചു. കാരണം നമ്മൾ കുളിച്ചിട്ട് അങ്ങ് ഡയറക്റ്റായി പോയി പൊങ്കാല ഇടുന്നത് മാത്രമല്ലല്ലോ നമ്മളുടെ പണികൾ. നമുക്ക് ആ പൊങ്കാല ഇടാനായിട്ടൊരു മൺകലം വാങ്ങിക്കില്ലേ, ആ മൺകലത്തിൽ നമ്മൾ മഞ്ഞളിൻ്റെ വള്ളി ചുറ്റി കെട്ടി വെക്കണം. പിന്നെ സൂര്യഭഗവാനെ നേദിക്കാനായിട്ട് കരിമ്പ്, മലക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതെല്ലാം ഒരു വാഴയിലയിൽ നമ്മൾ വിളക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കണം. വിളക്കൊക്കെ ഞാൻ തലേ ദിവസം തന്നെ തേച്ച് പൊട്ടൊക്കെ വെച്ചിരുന്നു. പിന്നെ ഇതെല്ലാം ചെയ്തു വെക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് 5 മണിക്ക് എണീച്ച് കുളിച്ചിട്ട് വന്ന് ചായ ഇട്ട് എല്ലാവർക്കും കൊടുക്കണമല്ലോ. ചായ ഞാൻ ഇടുന്നത് സാധാരണ ഇഞ്ചി കുത്തി ചതച്ചിട്ടിട്ട് ഞാൻ മുമ്പ് ഒരു ഏലക്കാപ്പൊടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടാണ് ചായ എപ്പോഴും ഇടുന്നത്. ചായയൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ്. ഹസ്ബൻഡിൻ്റെ പേപ്പർ വായനയൊക്കെ കഴിഞ്ഞു. സമയം 7:15 മണിയായിട്ടുണ്ട്. പേപ്പർ വായനയൊക്കെ കഴിഞ്ഞു. ഹസ്ബൻഡിന് കൊടുത്തു. പിന്നെ അമ്മയ്ക്ക് ചായ കൊണ്ട് കൊടുത്തു. അമ്മയെ നോക്കാനൊരു ചേച്ചിയുണ്ട്. അമ്മ ബെഡ്രിഡനാണ്, കിടപ്പാണ്. അപ്പം അതുകൊണ്ട് അമ്മയെ നോക്കാനുള്ള ചേച്ചി അതൊക്കെ ഒഴിച്ചു കൊടുത്തോളും. അപ്പോൾ എനിക്ക് ആ പണി കൂടുതലായിട്ട് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇറങ്ങി വന്ന് തയ്ച്ചു വെച്ചിരുന്ന പുതിയ ബ്ലൗസും ഒക്കെ ഇട്ടു, സാരിയൊക്കെ ഉടുത്തു സന്തോഷമായിട്ട്. പിന്നെ നമുക്ക് 7:45 മണിക്കാണ് പൊങ്കാല ഇടാനുള്ള നല്ല സമയം. അപ്പോൾ അതുവരെ സമയമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ 7 മണിക്ക് തന്നെ കയറി ഇഡലിയും സാമ്പാറും ഒക്കെ അങ്ങ് ആക്കി വെച്ചിരുന്ന നമുക്ക് പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഡയറക്റ്റ് അങ്ങ് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇടയ്ക്ക് പുള്ളിക്കാരനും കൂടെ കുറച്ച് സഹായിക്കും കേട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കുക, ചെയ്യുക, മാറ്റി വയ്ക്കുക, അങ്ങനത്തെ സഹായങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ ചെയ്യാനായിട്ട് വന്നു. ആ സഹായങ്ങളൊക്കെ കുറച്ച് കിട്ടിയത് കൊണ്ട് ഞാനൊരു 7:45 മുമ്പ് തന്നെ സാമ്പാറും ഇഡലിയും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ എന്നത്തെയും പോലെ വലുതായിട്ട് വൃത്തിയാക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. കാരണം 7:45 മണിക്ക് നമ്മൾ നല്ല സമയം പോകുന്നതിന് മുമ്പേ പൊങ്കാല ഇടാൻ തുടങ്ങണമല്ലോ. പിന്നെ പൂജാമുറിയിൽ പോയി വിളക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു. വിളക്കെടുത്ത് വെളിയിൽ കൊണ്ടുവയ്ക്കണമല്ലോ. കൊണ്ടുവച്ചിട്ട് നമ്മൾ വിളക്കിൻ്റെ മുമ്പിലൊരു തുമ്പല വാഴയില നിരത്തി വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മലക്കറികൾ, തേങ്ങ, പഴം ഇതെല്ലാം വയ്ക്കുന്നത്. അപ്പോൾ അതെല്ലാം വെച്ചു കൊടുത്തു. ഒരു കരിമ്പും അങ്ങോട്ട് ചാരി വെച്ചു. വിളക്കിലേക്കൊരു പൂമാലയൊക്കെ ഇട്ട് കൊടുത്തു. ഐശ്വര്യമായിട്ട് വിളക്ക് കൊളുത്തി. വിളക്കിൽ നിന്ന് ഒരു ദീപത്തിൽ നിന്ന് ഒരു തീ എടുത്ത് വെച്ച് അടുപ്പിലോട്ട് തീ പറ്റിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ തലേ ദിവസം കോലമിട്ട ഞങ്ങളുടെ വീട് ഇതാണ്. ഇപ്പോൾ പൊങ്കാല ആയതുകൊണ്ട് സാധനങ്ങളാണ് മുറ്റം മൊത്തം സാധനങ്ങൾ. ഇതേ എൻ്റെ ട്രൈപോഡ് സ്റ്റാൻഡ് വരെ ഇരിപ്പുണ്ട് അവിടെ. അതുപോലും എടുത്ത് മാറ്റാൻ ഞാൻ മറന്നുപോയി. പിന്നെ അമ്മയെ വീൽ ചെയറിൽ അമ്മയെ കുളിപ്പിച്ചു. ആ ചേച്ചി നന്നായിട്ട് കുളിപ്പിച്ച് വീൽ ചെയറിൽ 7:45 മുമ്പ് തന്നെ അമ്മയെ മുറ്റത്ത് കൊണ്ടുവന്ന് ഇരുത്തി. അരി കഴുകി ഒഴിച്ചിരുന്ന 2ാം വെള്ളം തൂവിക്കളയാൻ തുടങ്ങിയിട്ടുണ്ട്.
അമ്മയെ നോക്കാൻ നിന്ന ചേച്ചിക്ക് കുരവയിടാൻ അറിയാവുന്നത് കൊണ്ട് ഐശ്വര്യമായിട്ടൊരു കുരവയുടെ സൗണ്ടും കൂടെ കിട്ടി കേട്ടോ. ചേച്ചിക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ഉടച്ചൊഴിച്ച് ഒന്ന് ചുറ്റി ഒഴിച്ച് കൊടുത്തിട്ട് അരി 3 പ്രാവശ്യം വാരിയിട്ടു. ആറ്റുകാൽ പൊങ്കാല പോലെ തന്നെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ മധുരത്തിനുള്ള ശർക്കര ഇട്ട് കൊടുത്തു. അണ്ടിപ്പരിപ്പും നെയ്യും ഒഴിച്ച് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഐശ്വര്യമായിട്ടുള്ള പൊങ്കൽ റെഡിയായി അടച്ചു വെച്ചു. ഇനി അമ്മയും കൊണ്ട് നമ്മുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ഗണപതി ഭഗവാനാണ് കേട്ടോ. ഞാൻ എപ്പോഴും പോയി ശല്യം ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ എല്ലാ ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം പോയി പുള്ളിയുടെ തലയിലോട്ടാണ് ഞാൻ എന്നും ഇറക്കി വയ്ക്കുന്നത്. അപ്പോൾ ആ ഗണപതി ഭഗവാനെ പോറ്റി ഒരു 8:45 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പൂജ ചെയ്യാനായിട്ട് വരും. അതുകൊണ്ട് അമ്മ അവിടെ കൊണ്ടുപോയി ഇരുത്തി തൊഴിയിപ്പിച്ചു. പോറ്റി വന്നു, ഒരു 8:45 ആയപ്പോഴത്തേക്ക് പോറ്റി വന്നു. പിന്നെ നിറയെ ആളുകളും ഉണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ആക്കി വെച്ചിരുന്ന പൊങ്കാലയ്ക്ക് നമ്മൾ ദീപം കൊടുക്കുകയാണ്, സൂര്യഭഗവാന് നിവേദിക്കുകയാണ്. സൂര്യഭഗവാന് വേണ്ടിയല്ലേ നമ്മൾ നിവേദ്യം ഇട്ടത്. അങ്ങനെ ദീപമൊക്കെ കൊടുത്തതിന് ശേഷം ആരതി എടുത്ത് എല്ലാവർക്കും തൊഴാനായിട്ട് കൊടുക്കുന്നു. ഹസ്ബൻഡിന് കൊടുത്തു, പിന്നെ അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ അകത്തു പോയിട്ട് ഇനി എനിക്ക് പതിവ് പോലെ ഉള്ള നാമജപമുണ്ട്. എല്ലാ ദിവസങ്ങളിലും മുടങ്ങാതെ ചെയ്യുന്നൊരു നാമജപം. രാവിലെയും വൈകിട്ടും അരമണിക്കൂർ ഭഗവാന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അങ്ങോട്ട് ഇറക്കി വച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വെളിയിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലുള്ളത് എല്ലാ ദുഃഖങ്ങളും പോയിട്ട് ഞാനൊരു എവിടെയോ നിൽക്കുന്നൊരു പ്രതീതി തോന്നും എനിക്ക്. അതിനുശേഷം വന്ന് ഉണ്ടാക്കി വെച്ചിരുന്ന ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ അമ്മയ്ക്കും കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു. അമ്മയെ നോക്കുന്ന ചേച്ചിയും കഴിച്ചു. അങ്ങനെ എൻ്റെ ഈ വർഷത്തെ പൊങ്കൽ ദിവസം പൂർണ്ണമായി. ഇനി അടുത്ത ദിവസത്തെ പൊങ്കലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ വെച്ച ശർക്കര പൊങ്കലിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതും കൂടെ പറയാൻ മറന്നു പോയതാട്ടോ.